ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. വീണ്ടും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം പഠിക്കുന്ന വിഷയം ദൈവകൃപ, ഗ്രേസ് ഓഫ് ഗോഡ്. അതിന്റെ പ്രാധാന്യം എത്രയധികമാണെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. കൃപയിൽ നിലനിൽക്കുക, കൃപയിൽ വളരുക, കൃപയിൽ ശക്തിപ്പെടുക എന്നുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളായി വളരെ പ്രധാനപ്പെട്ട സത്യങ്ങൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. വീണ്ടും പിതാവിന്റെ കൃപ, പുത്രന്റെ കൃപ, കൃപയുടെ ആത്മാവ് എന്ന വിഷയങ്ങൾ അതിനോട് ചേർന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇനി ചില മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ ദൂതിൽ നാം ചിന്തിക്കുന്നത്. എപ്പോഴും മുന്നറിയിപ്പുകൾ നമുക്ക് ആവശ്യമാണ്. നാം ഇങ്ങനെ പറയാറുണ്ട്, ആരും മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്, അതിന് കടുത്ത വില നൽകേണ്ടി വരും. അപ്രകാരമുള്ള ചില സൂചനകൾ ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, വചനത്തിന്റെ ചില ആലോചനകൾ അത് നാം സ്വീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമുക്കത് അനുഗ്രഹമായി തീരും. അനുസരണത്തോടെ അത് പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സന്ദേശം. കൃപയുടെ പ്രാധാന്യത, അതിന്റെ ആവശ്യകത, അതിന്റെ ലഭ്യത, കൃപ നൽകുന്ന ജീവൻ, സ്വാതന്ത്ര്യം, രക്ഷയിൽ കൃപയുടെ പങ്കാളിത്തം, കൃപയാൽ ലഭിച്ച ദൈവനീതി, ഇതൊക്കെ നാം വളരെ സവിസ്തരമായി ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ ചില അപകടകരമായ സൂചനകൾ ഒരു മുന്നറിയിപ്പായി ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്, അല്ലെങ്കിൽ ദൈവകൃപയെ അലക്ഷ്യമായി കാണരുത്, നാം അതിനെ അവഗണിക്കരുത് എന്നുള്ള ഒരു ആജ്ഞയോടെ നൽകുന്ന ദൈവജനത്തിന്റെ ചില ആഹ്വാനങ്ങൾ ദയവായി നാം മനസ്സിലാക്കണമെന്ന് പരിശുദ്ധ നമ്മെ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുക. എന്നാണത്? എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവകൃപ വിട്ട് പിന്മാറിപ്പോകരുത്. അവിടെ യേശാവിനെ കുറിച്ചാണ് പറഞ്ഞത്. യേശാവിനെ സംബന്ധിച്ച് ഭക്തിയോ ആത്മീയതയോ അതിനുവേണ്ടി ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയോ യേശാവ് ഒട്ടും സ്വീകരിച്ചില്ല എന്ന് തന്നെ പറയാം. താൻ പ്രാധാന്യം നൽകിയത് ഭൗതികത്തിനും തന്റെ അടിയന്തര ആവശ്യങ്ങൾക്കും ശരീരത്തിനും അപ്രകാരമുള്ള വിഷയങ്ങൾക്കാണ് യേശാവ് നൽകിയ പ്രാധാന്യത. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി? എന്തിനാണ് നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്? എന്തിനാണ് നിങ്ങൾ മുഖ്യസ്ഥാനം നൽകുന്നത് എന്നുള്ള വിഷയം നാം നമ്മോട് തന്നെ ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, നിങ്ങളുടെ മുമ്പിൽ ഉന്നതമായത്, അവിടെ ജീവിക്കാനുള്ള ഒരു താല്പര്യവും ഇഷ്ടവും നിങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളും പരിശ്രമങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് മാനുഷ്യമായി ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അതിൽ നിങ്ങൾ എത്തുവാൻ മാനുഷ്യമായിട്ടുള്ള ഒരു പ്രയത്നം നമ്മൾ തന്നെ ഉണ്ടാകും. യേശാവിന് അപ്രകാരം ഉണ്ടായി. നാം ചിന്തിച്ച പോലെ യേശാവ് ദൈവകൃപയ്ക്കോ ദൈവവചനത്തിനോ അപ്രകാരമുള്ള ദൈവിക പ്രമാണങ്ങൾക്കോ മാനസാന്തരത്തിനോ ദൈവഭക്തിക്കോ പ്രാധാന്യം നൽകിയില്ല. തന്റെ തെറ്റുകളെ കുറിച്ചുള്ള അനുതാപം വളരെ വൈകിപ്പോയി. ദൈവത്തിന് വചനം പറയുന്നു, പിന്നത്തേതിൽ മാനസാന്തരത്തിന് തനിക്ക് ഇടം കിട്ടിയില്ല. യേശാവ് നമ്മുടെ മുമ്പിൽ ഒരു അടയാളമായി, ഒരു സൈൻ ബോർഡായിട്ട് നിൽക്കുക. താൻ പിന്നത്തേതിൽ കരഞ്ഞു, നിലവിളിയോടെ ദൈവസന്നിധിയിൽ താൻ അഭയാചന കഴിച്ചു, മടങ്ങി വരാൻ ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് താമസിച്ചു. കൃപ വിട്ട് പിന്മാറുന്നതിന് ഒരു അടയാളമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് യേശാവാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ, കൃപയിൽ നിന്ന് നിങ്ങൾ വീണു പോകരുത്. അവിടെയാണ് ഗലാത്യലേഖനത്തിലെ പ്രതിപാദ്യ വിഷയത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃപയുമായി ബന്ധപ്പെട്ട് പൗലോസ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. വേറൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം. ഈ ആത്മാവും ഈ സുവിശേഷവും ഈ യേശു ഒന്നും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ഉടനെയാണ് അപ്പോസ്തലൻ വീണ്ടും സഭയോട് ആഹ്വാനം ചെയ്യുന്നു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണു പോകരുത്. കൃപയിൽ നിലനിൽക്കുവാൻ, നിങ്ങൾ കൃപയിൽ ജീവിക്കുവാൻ. അവിടെയും ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ സഭകൾക്ക് നൽകിയ ദൈവിക ദൂതെന്ന് പറയുന്നത്, ദൈവകൃപയെ നിങ്ങൾ ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത്. കാരണം നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിനോ വേറൊരു ക്രിസ്തുവിനോ മറ്റൊരു ആത്മാവിനോ അധീനരായി വശംവദരായി സ്വാധീനിക്കപ്പെടുവാൻ ഇടയാകാതെ ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറയുന്ന ലേഖനമാണ് ഗലാത്യലേഖനം. വീണ്ടും റോമാലേഖനത്തിൽ എന്താണ് പൗലോസ് പറഞ്ഞത്? കൃപ പെരുകേണ്ടതിന് നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കരുത്. പൗലോസ് ആവർത്തിച്ച് ചോദിക്കുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? അല്ല, ഒരിക്കലുമല്ല. പാപം ചെയ്യുമ്പോൾ കൃപ വർദ്ധിക്കുമെങ്കിൽ, എന്നാൽ നിർത്താതെ പാപം ചെയ്തുകൊണ്ടിരുന്നാലോ കൃപ കൂടി വരും എന്നുള്ള അബദ്ധമായ ധാരണ. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യരുത്. പാപം പെരുകുന്ന സ്ഥാനത്ത് കൃപ ആ പാപത്തെ അതിജീവിക്കും, ഓവർകം ചെയ്യും. കൃപ നമ്മെ പാപം കൂടാതെ ജീവിക്കുവാൻ നമ്മെ സൂക്ഷിക്കും. പാപത്തിന്റെ ശക്തിയേക്കാൾ ഏറ്റവും വലുതാണ് കൃപയുടെ ശക്തി. പാപത്തിന്റെ സ്വാധീനങ്ങളും പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും നമുക്കുണ്ടാവുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ, അതിന് മീതെ നിങ്ങൾക്ക് കരുത്ത് പകരുവാൻ കൃപ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് പാപം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കണമെന്നല്ല, അതിനെ അതിജീവിക്കുന്ന ദൈവകൃപയാണ് എനിക്ക് നിങ്ങൾക്കും ആ സന്ദർഭത്തിൽ ആവശ്യമായിരിക്കും. പൗലോസ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും വരുത്. പ്രിയമുള്ളവരെ, വീണ്ടും അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ദൈവകൃപയെ വ്യർത്ഥമാക്കി തീർക്കരുത്. അതുകൊണ്ടാണ് തന്റെ സാക്ഷ്യമായി അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെ പറയുന്നത്, എന്നോടുള്ള കൃപ ഒരിക്കലും വ്യർത്ഥമായി തീർന്നിട്ടില്ല. മിസ്യൂസ് ചെയ്യരുത്, കൃപയെ വ്യർത്ഥമാക്കരുത്. വ്യർത്ഥമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവികമല്ലാത്ത വിഷയങ്ങൾക്ക് ഒരിക്കലും ദൈവകൃപയെ നിങ്ങളുടെ സ്വയത്തിന്റെ താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥതകൾക്ക്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, അതിൽ നാം ജീവിക്കുവാൻ വേണ്ടി കൃപയെ കൂട്ടുപിടിക്കരുത്. അത്രമാത്രമുള്ള അതിനർത്ഥം. അടുത്ത എബ്രായലേഖനം 10-ന്റെ 29 കൃപയുടെ ആത്മാവിനെ നാം നിന്ദിക്കരുത്. വളരെ വലിയ വിഷയമാണ്.
വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിലും മാളിക മുറിയിലെ പ്രസംഗത്തിലുമൊക്കെ താൻ വളരെ ശക്തമായി നൽകിയ ഒരു പ്രബോധനമുണ്ട്. ആത്മാവിനെതിരെയുള്ള ദൂഷണം, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, ആത്മാവിനെ നിന്ദിക്കരുത്, ആത്മാവിനെ കെടുത്തരുത്. ഇതൊക്കെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് പുതിയ നിയമത്തിൽ പഠിക്കുവാൻ കഴിയും. കർത്താവ് വളരെ എംഫസൈസ് ചെയ്ത് പറഞ്ഞൊരു വിഷയമാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അതിനാലല്ലോ വീണ്ടെടുപ്പ് നാളിലായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. പിതാവിനോട് ചെയ്യുന്ന പാപം ക്ഷമിക്കുന്നു, പുത്രനെതിരെ ചെയ്യുന്ന പാപം ക്ഷമിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം അതിന് ക്ഷമയില്ല. പ്രിയരെ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുത് വലിയൊരു ശക്തമായ താക്കീതാണ്. അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, യൂദാ അപ്പോസ്തലന്റെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ, കൃപയെ ദുഷ്കാമ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ അതിനെ ഒരിക്കലും ഉപയോഗിക്കരുത്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് ഒരു വ്യാഖ്യാനമില്ലാതെ ഏവർക്കും മനസ്സിലാവും. ദുഷ്കാമ പ്രവൃത്തി അവിടെ അത് അസാൻമാർഗികമായ ജീവിതമായി, അധാർമികതയോടെ ചേർന്ന്, ദുഷ്പ്രവൃത്തിയോടും ചേർന്ന്, ജഡത്തിന്റെ പ്രവൃത്തികളുമായി അനുയോജ്യമായി ഒക്കെ നിൽക്കുന്ന ഒരു പദമായി യൂദാ അപ്പോസ്തലന്റെ ഒരു പ്രവാചക ശാസ്ത്രപര വാക്ക് നമ്മളെ അസ്വസ്ഥരാക്കുന്നതാണ്. പലപ്പോഴും വായിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുവാൻ നമുക്ക് ഇടയായിത്തീരും. കൃപയെ ദുഷ്കാമ പ്രവർത്തിക്ക്. എന്റെ ജഡത്തിന്റെ താല്പര്യങ്ങൾക്ക്, എന്റെ വൈകാരിക തലങ്ങളിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് ഞാൻ ചിന്തിക്കുകയും മോഹിക്കുകയും എന്റെ മാനുഷികമായ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായി കൃപയെ പ്രവർത്തിക്കുവാൻ അനുവദിക്കരുത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദയവായി ഈ 6 കൂട്ടം വചനങ്ങൾ നിങ്ങൾ പഠിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഇതിലെവിടെയാണ് ഞാൻ തെറ്റിപ്പോയത്? എവിടെയാണ് എനിക്ക് പരാജയം സംഭവിച്ചത്? ഞാൻ പിന്മാറ്റക്കാരനാണോ? മുന്നേറാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നോ ഞാനിപ്പോൾ? ഞാൻ കൃപയിൽ നിന്ന് വീണുപോയിട്ടുണ്ടോ? കൃപയെ നിസ്സാരമായി കണ്ട് പാപത്തിൽ ഞാൻ തുടരുന്നു? എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൃപയെ വ്യർത്ഥമാക്കി തീർത്തിട്ടുണ്ടോ? ദൈവാത്മാവിനെ ഞാൻ ദുഷിച്ചിട്ടുണ്ടോ? കൃപയെ ഇപ്രകാരമുള്ള ദുഷ്കാമ പ്രവൃത്തിക്ക് ഞാൻ എന്റെ ജീവിതത്തെ അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അവിടെ ഞാൻ കൃപയെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ചോദിച്ചാൽ നമുക്കൊരിക്കലും ഒരു പ്രമാണമില്ല മറ്റുള്ളവരെ വിധിക്കുവാൻ. നാം നമ്മെ തന്നെ വിധിക്കണമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ദൂത് നമ്മുടെ ഒരു സെൽഫ് എക്സാം, സ്വയം ശോധന, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കും. നമുക്ക് ആഴമേറിയ അനേക സത്യങ്ങൾ കൃപയുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുണ്ട്. ഇന്നൊരു മുന്നറിയിപ്പിനെ കുറിച്ചാണ് നൽകുന്ന പ്രഭാത ദൂത്. ഇത് കേവലം ഒരു മോർണിംഗ് ഡിവോഷൻ മെസ്സേജ് അല്ല, ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഈ പ്രവാചക അരുളപ്പാടുകൾ സ്വീകരിക്കുവാൻ നമുക്ക് ദൈവം നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.